ഹലോ ഗായ്സ്, ഇന്ന് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ അരിഞ്ഞെടുത്ത് ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് കടുക്, എന്നിട്ട് വറ്റൽമുളക്. ഞാൻ ഇങ്ങനെയാണ് അച്ചാറിടുന്നത്, നിങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണോ? പറയണേ, എന്തെങ്കിലും കമൻറ്റ് ചെയ്യണേ. വറ്റൽമുളക്, കറിവേപ്പില ഇട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, എന്നിട്ട് ഇഞ്ചി, ഞാൻ കുറച്ച് ഇഞ്ചിയും ഇട്ട് കൊടുത്തു. വെളുത്തുള്ളി, ഇഞ്ചി നന്നായിട്ട് ഒരുപാട് കരിയുന്ന പോലെ മൂപ്പിക്കണ്ട, ചെറുതായിട്ട് മൂപ്പിച്ച് ചെറുതായിട്ട് ചുമന്ന് വരുമ്പോൾ അതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, കായപ്പൊടി ഇത്രയും കൂടെ ചെറിയ ചൂടിലാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ചെറിയ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. നന്നായിട്ട് ചൂടാകുമ്പോൾ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് ചൂടാവട്ടെ. നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് ഞാൻ 2 സ്പൂൺ വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 2 സ്പൂൺ വിനാഗിരി, കുറച്ച് മാങ്ങ ഉണ്ടായിരുന്നു, അപ്പോൾ 2 സ്പൂൺ വിനാഗിരി ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് തീ ഓഫ് ചെയ്ത് മാങ്ങ ഇട്ട് കൊടുക്കുക. തീ ഓഫ് ചെയ്തതിന് ശേഷം വേണം മാങ്ങ ഇടാനെ കൊണ്ട് കേട്ടോ. എന്നിട്ട് മാങ്ങ ഇട്ട് കൊടുത്ത് ഇളക്കി നല്ല അടിപൊളി മാങ്ങ അച്ചാർ കിട്ടിയിട്ടുണ്ട്. ഇതൊരു ഉണങ്ങിയ പാത്രത്തിലേക്ക് മാറ്റി നമുക്ക് ഫ്രിഡ്ജിനകത്ത് വെച്ച് യൂസ് ചെയ്യാം. ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യണം, കുറേ നാൾ യൂസ് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.